going to discuss the topic electric field due to a dipole. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഡൈപോൾ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the space around a charge where its effect is felt, and dipole means two equal and opposite charges separated by a small distance. അപ്പോൾ ഈ ടോപ്പിക്കിലൂടെ ഒരു ഡൈപോൾ കൊണ്ട് അനുഭവപ്പെടുന്ന ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് കേസിലാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ആക്സിയൽ ലൈൻ, ആൻഡ് സെക്കൻഡ് വൺ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ഇക്വറ്റോറിയൽ ലൈൻ. Now let us discuss electric field due to a dipole along axial line. അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഡൈപോൾ ഉണ്ട്, -q ആൻഡ് +q ചാർജ്. ഈ +q ആൻഡ് -q ചാർജുകളെ അകലം വെച്ചിട്ടുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 2a. അപ്പോൾ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് -q-ലേക്കുള്ള അകലം a, +q-ലേക്കുള്ള അകലം a. ആസ് എ ഹോൾ ടോട്ടൽ 2a. ഇനി ഈ ഡൈപോൾ സ്ഥിതി ചെയ്യുന്ന അതേ ആക്സിയൽ ലൈനില് ഒരു P എന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ P എന്ന പോയിന്റിലുള്ള ചാർജ് ഒരു യൂണിറ്റ് ചാർജ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ P എന്ന പോയിന്റില് ഈ ഡൈപോൾ കൊണ്ടുള്ള ഇന്റൻസിറ്റി ഓഫ് ഫീൽഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ P എന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ P എന്ന പോയിന്റില് +q ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ഔട്ട്വേർഡ് ഡിറക്ഷൻ E +q. അതുപോലെ തന്നെ -q ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആക്ടിങ് ഇൻവേർഡ് ഡിറക്ഷൻ ഗിവൺ ബൈ E -q. ഇനി ഈ +q ചാർജ് കൊണ്ട് P എന്ന ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതണം. അതുപോലെ തന്നെ -q ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലുള്ള ഇന്റൻസിറ്റിക്ക് ഇക്വേഷൻ എഴുതണം. And by using the Coulomb's law, we know E is equal to 1/4πε0 q1 q2 by r square. So we can write the equation E plus Q is equal to 1/4πε0. Q ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞത് യൂണിറ്റ് ചാർജ് ആണ്. അപ്പോൾ Q into 1, that is Q divided by r square ആണ്. ഇവിടെ സെന്ററിൽ നിന്ന് P വരെയുള്ള അകലം r, സെന്ററിൽ നിന്ന് +q-ലേക്കുള്ള അകലം a. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r - a whole square എന്നായിരിക്കും. r - a whole square. ഇതുപോലെ -q ചാർജ് കൊണ്ട് P എന്ന പോയിന്റിൽ ഉള്ള ഇന്റൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ -q is equal to 1/4πε0 -q divided by സെൻട്രൽ നിന്ന് P വരെയുള്ള അകലം r ആണ്. -q ചാർജ് സ്ഥിതി ചെയ്യുന്നത് ഒരു a ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ടു -q is r plus a whole square. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഈ യൂണിറ്റ് ചാർജിലെ ഈ ഡൈപോൾ കൊണ്ടുള്ള ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ഫീൽഡ് ആണ്. ടോട്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഈ +q പ്ലസ് E -q എന്ന് കിട്ടും. So we can write the total intensity E net is equal to E plus q plus E minus q. ഇവിടെ ഈ തന്നിട്ടുള്ള ഈ രണ്ട് വാല്യൂസും നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം q divided by 4πε0 എന്നുള്ളത് ഈ രണ്ട് ക്വാണ്ടിറ്റിയിലും ഒരുപോലെ ഉണ്ട്. അതിനെ നമുക്ക് ഇക്വേഷന്റെ പുറമേക്ക് എഴുതാം. So we can write q divided by 4πε0 into ഇവിടെ അപ്പോൾ ബാക്കി വരിക 1/r - a whole square എന്നുണ്ടാവും, മൈനസ് 1/r plus a whole square എന്നുണ്ടാവും. ഇപ്പോൾ ഈ ഇക്വേഷൻ നിൽക്കുന്നത് ഡിനോമിനേറ്റർ സൈഡ് എന്ന് പറയുന്നത് a plus b into a minus b ഫോമിലാണ്. അപ്പോൾ
നമുക്ക് എഴുതാം E total or E net is equal to Q divided by 4 pi epsilon 0 into A plus B into A minus B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A square minus B square എന്നാണ്. ഓൾറെഡി ഇവിടെ ഒരു സ്ക്വയർ കൂടി വരുമ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എഴുതാം R square minus A square whole square. ഇനി ഇവിടെ R minus A whole square ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം R plus A whole square മൈനസ് ഇവിടെ R plus A whole square ഉള്ളതുകൊണ്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം R minus A whole square. ഇനി ഈ ന്യൂമറേറ്റർ പാർട്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇത് A plus B whole square എന്ന ഫോമിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം R square plus 2AR plus A square minus R square minus 2AR plus A square എന്ന് വരും. ഇനി മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് R square plus 2AR minus A square എന്നായിട്ട് മാറും ന്യൂമറേറ്റർ സൈഡ്. So we have R square minus R square get cancelled, A square minus A square get cancelled as a whole. A total of 2AR എന്ന ക്വാണ്ടിറ്റി ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുക. That is E is net is equal to Q divided by 4 pi epsilon 0 4AR divided by R square minus A square whole square എന്ന് വരും. ഇനി നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ R എന്നുള്ള അകലം A നേക്കാൾ വളരെ കൂടുതലാണെന്ന് എടുത്താൽ this quantity can be neglected. അപ്പോൾ A square എന്ന ക്വാണ്ടിറ്റി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടും Q divided by 4 pi epsilon 0. ഈ 4 നമുക്ക് 2 into 2AR divided by R raised to 4 എന്നുണ്ടാവും. ഈ ആറും ഇതിനകത്ത് നിന്നുള്ള ഒരു ആറും പോയി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നമുക്ക് R cube എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് Q into 2A. Q into 2A, it is the dipole moment given by P. P is equal to Q into 2A. So this can be written as 1 by 4 pi epsilon 0 2P divided by R cube. E net is equal to 1 by 4 pi epsilon 0 2P by R cube. This is the expression to find electric field intensity due to a dipole along axial line. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഇറ്റ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ അലോങ് ആക്സിയൽ ലൈൻ ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇനി ഇവിടെ ഇന്റൻസിറ്റിയും ഡിസ്റ്റൻസും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഡൈപോളിൽ നിന്ന് ഈ P എന്ന പോയിന്റ് അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ if R decreases electric field intensity increases. അപ്പോൾ P എന്ന പോയിന്റ് നമ്മൾ ഡൈപോളിനോട് അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഇഫ് R increases, R കൂട്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ P എന്ന പോയിന്റ് ഡൈപോളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഡൈപോൾ കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റി കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു എ ഡൈപോൾ അല്ലെ. ഒരു ഡൈപോൾ കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ E is equal to 1 by 4 pi epsilon 0 2P by R cube എന്നതുകൊണ്ട് എഴുതിയിട്ടുള്ളത്. ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുമായി ഡിസ്റ്റൻസ് റിലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് E പ്രൊപ്പോർഷണൽ 1 by R square given by 1 by 4 pi epsilon 0 Q by R square എന്നുള്ളതാണ് ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് intensity is proportional to R square. പക്ഷേ ഒരു ഡൈപോൾ കൊണ്ടുള്ള ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1 by R cube എന്നാണ്. അപ്പോൾ
if the distance is 2 centimeter ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും 1/4 ടൈംസ് ആയിരിക്കും. പക്ഷേ ഡ്യൂ ടു ഡൈപോൾ ഇറ്റ് വിൽ ബി 1/8 ടൈംസ്. അപ്പൊ ആ രീതിയിലായിരിക്കും ഫീൽഡ് ഇന്റൻസിറ്റിയിൽ വരുന്ന വ്യത്യാസം. This is electric field due to a dipole along axial line. Consider an electric dipole consisting of charges -q and +q separated by a distance 2a. Let P be a point at a distance r from the center of the dipole. We have to find the field intensity at P due to +q charge and given by the equation E plus Q is equal to 1/4 q by r minus a r whole square, and the field intensity at P due to -q charge is given by E minus Q is equal to 1/4 minus Q divided by r plus a whole square. The net field intensity is given by E plus Q plus E minus Q. Substituting the value, we get q by 4/0 into 1/r minus a whole square minus 1/r plus a whole square. Then by reducing the equation, we reach the condition 1/4/0 2p by r cube, where p is equal to q into 2a. അപ്പോൾ ഇത്രയുമാണ് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ along axial line. Next topic is field due to a dipole along equatorial line.